ഹലോ ഡിയർ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് പാല സബ് ജയിലിന്റെ മുൻപിലാണ്. ഇന്ന് ഇവിടെ ജയിൽ ദിനാഘോഷങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. വളരെ അവിചാരിതമായിട്ട് ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ എനിക്കും ഒരു അവസരം ലഭിച്ചു. അങ്ങനെ ഞാൻ ഇവിടെ എത്തിപ്പെട്ടപ്പോൾ ചില കാഴ്ചകൾ കണ്ട് എനിക്ക് വളരെ സന്തോഷം തോന്നി. അപ്പോൾ എനിക്ക് തോന്നി ഈ കാഴ്ചകൾ, ഈ അറിവുകൾ നിങ്ങൾ പുറം ലോകം കൂടി അറിയണം എന്നുള്ളത്. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് കാണാൻ പറ്റിയ മനോഹരമായ ഒരു കാഴ്ച എന്ന് പറയുന്നത് ഇവിടുത്തെ കൃഷിസ്ഥലമാണ്. അതായത് ജയിൽ മതിൽക്കെട്ടിന് പുറത്ത് ജയിൽ അന്തേവാസികളുടെ സേവനത്തോടു കൂടി രൂപപ്പെടുത്തിയെടുത്ത വളരെ മനോഹരമായ ഒരു കൃഷിസ്ഥലമാണ് ഇപ്പൊ നമ്മൾ കാണാൻ പോകുന്നത്. അപ്പൊ നമുക്ക് അതിനെപ്പറ്റി ഇവിടുത്തെ സൂപ്രണ്ട് ശ്രീ ഷാജി സാറിനോട് കൂടുതലായിട്ട് ചോദിച്ചറിയാം. ഞാൻ കണ്ട ആ കാഴ്ച നിങ്ങളിലേക്ക് എത്തപ്പെടണമെന്ന് ഞാൻ ആഗ്രഹിച്ച ആ കാഴ്ചകളിലേക്ക് നിങ്ങളെ കൂടെ ഞാൻ ക്ഷണിക്കുകയാണ്. നമസ്കാരം. ഇന്ന് ഇവിടെ ഇങ്ങനെ ഒരു പ്രോഗ്രാം നടക്കുന്നതിൽ എനിക്ക് വരാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അതോടൊപ്പം സാറിന് ഹാപ്പി ക്രിസ്മസ് ആശംസകൾ നേരുന്നു. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പം എനിക്ക് ഒരുപാട് ആകർഷണം തോന്നിയ ഒരു സ്ഥലത്താണ് ഇപ്പം നമ്മൾ നിൽക്കുന്നത്. ഈ പച്ചക്കറിത്തോട്ടം, സാധാരണ നമ്മളിങ്ങനെ ജയിലിനോട് ചേർന്ന ഒരു പച്ചക്കറിത്തോട്ടം എന്നൊന്നും അങ്ങനെ കേട്ടിട്ടില്ല. പക്ഷെ ഇത് ഭയങ്കര ഒരു ആകർഷണീയമാണ്. അപ്പോൾ ഇതിനെപ്പറ്റി കുറച്ച് കാര്യങ്ങളാണ് എനിക്ക് സാറിനോട് ചോദിക്കാനുള്ളത്. ആദ്യം തന്നെ നമുക്ക് സാറിനെ പരിചയപ്പെടുത്താം. ഇത് ഇവിടുത്തെ ജയിൽ സൂപ്രണ്ട് ശ്രീ ഷാജി സാറാണ്. അത് ഷിയാസ് സാർ. സാറിപ്പോൾ ഈ സബ് ജയിലിൽ വന്നിട്ട് എത്ര വർഷമായി? പാലായില് ഞാനിപ്പോൾ ഇവിടെ വന്നിട്ട് 2 വർഷം. സാർ ഇവിടെ വരുമ്പോൾ ഇങ്ങനെ ഇവിടെ ഒരു പച്ചക്കറിത്തോട്ടമൊക്കെ ഉണ്ടായിരുന്നു? ഇല്ല, ഇത് നമ്മളിവിടെ ഇതിനകത്തൊരു കെട്ടിടം പണി നടന്നുകൊണ്ടിരുന്നു. ആ കെട്ടിടം പണി ഒരു VC റൂമും ഒരു റെസ്റ്റ് റൂമും പണിഞ്ഞിട്ട്, അപ്പോൾ അതിൻ്റെ ബാലൻസ് എന്ന് വെച്ചാൽ പഴയ കാലത്ത് ഏതാണ്ട് 68 വർഷം പഴക്കമുള്ള കെട്ടിടം ഇടിച്ചിട്ടാണ് ഇവിടെ കെട്ടിടം പണി നടന്നത്. അപ്പോഴാ 68 വർഷം പഴക്കമുള്ള കെട്ടിടം മൊത്തം പാറയാണ്. ഈ പാറ PWD ഡിപ്പാർട്ട്മെൻറ്റ് നമ്മളുടെ പുറത്തുള്ള നമ്മുടെ പണ്ട് മുതലേ 10-25 വർഷമായിട്ട് നാട്ടുകാർ പാലാ ടൗണിലുള്ള മറ്റെല്ലാവരും വേസ്റ്റ് ഇടുന്ന ഒരു സ്ഥലത്ത് വാരി കൂട്ടിയിട്ടത്. ഇവിടെ പാറയും വേസ്റ്റും സ്ഥലമായിരുന്നു. അപ്പോൾ ഇത് നമുക്ക് ഈ ഇഴജന്തുക്കളുടെ എല്ലാം തന്നെ ഒരു പ്രശ്നമായി മാറി. അപ്പം നമ്മൾ അന്നുണ്ടായിരുന്ന നമ്മുടെ ജീവനക്കാർ, നമ്മുടെ ഒരു പ്രധാനപ്പെട്ട വിഷയം നമ്മുടെ ജീവനക്കാരുടെ എണ്ണം നമുക്ക് പരിമിതമാണ്. പാലാ ജയിലിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അനുവദിക്കപ്പെട്ട ജീവനക്കാരുടെ എണ്ണമുണ്ട്. പക്ഷെ നമ്മളുടെ കപ്പാസിറ്റി 20 ആണെങ്കിൽ നമുക്ക് പലപ്പോഴും 60-ലധികം പ്രതികളുണ്ടാവും. അപ്പം നമ്മൾ അവരെ നോക്കുന്ന ജോലിക്ക് പോലും നമുക്ക് ജീവനക്കാരില്ല എന്നുള്ളതൊരു വസ്തുതയാണ്. അപ്പോൾ അത് നിലനിൽക്കാൻ തന്നെയാണ് നമ്മൾ ഈ നമ്മുടെ ജയിൽ നമ്മുടെ സ്റ്റാഫുകളെ വിളിച്ചു ചേർത്തിട്ട് നമുക്കിതൊന്ന് മാറ്റി ഇതിനൊരു രൂപപ്പെടുത്തി ആ പാറ എന്ത് ചെയ്യാൻ കഴിയുമെന്നതിനെ സംബന്ധിച്ച് ആലോചിച്ചപ്പോഴാണ് നമ്മൾ ഇടിഞ്ഞു കിടക്കുന്ന ഈ സ്ഥലം നമ്മൾ കെട്ടാൻ തീരുമാനിച്ചത്. അപ്പോൾ ഇതിനെ ഒരു നിയമപരമായ ഒരു വിഷയം, ഇത് സർക്കാർ വകുപ്പുകൾ അളന്ന് തിട്ടപ്പെടുത്തി തരും. അപ്പം നമ്മൾ മേലാഫീസിൻ്റെ പെർമിഷനോടുകൂടി നമ്മൾ ഈ സ്ഥലം അളന്ന് തിട്ടപ്പെടുത്തുകയും നമ്മളുടെ ഈ പാറ തടവുകാർ മാത്രം സേവനം ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഇത് അടുക്കി കെട്ടി രൂപപ്പെടുത്തി ഈ സ്ഥലം. അത് നമ്മുടെ ഓരോ ജീവനക്കാരും എടുത്തു പറയേണ്ട കാര്യം. അവരെല്ലാം സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഇവിടുന്ന് പലരും മാറിപ്പോയിട്ടുണ്ട്. അന്നുണ്ടായിരുന്ന ജോലി തുടങ്ങി വെച്ചിരുന്ന പല ജീവനക്കാരും ഈ സ്ഥാപനത്തിൽ നിന്നും മാറ്റി പൊൻകുന്നത്തും കോട്ടയത്തും ഒക്കെ പോയിട്ടുണ്ട്. അതിനുശേഷം വന്ന ജീവനക്കാരടക്കം ഇത് കെട്ടാൻ നമ്മുടെ ജോലി എല്ലാം കഴിഞ്ഞിട്ട് വേണം ഇത് നമ്മളിത് ചെയ്യാനായിട്ട്. അത് മാത്രമല്ല, നമുക്ക് പലപ്പോഴും ആരോഗ്യമുള്ള തടവുകാർ വേണം ഇത് ചെയ്യാൻ, അറിയുന്ന തടവുകാർ വേണം. അപ്പോൾ ചിലപ്പോഴെല്ലാം അവർ നമ്മൾ ഈ പറയുന്നത് പോലെ നമ്മളൊരു മതിലോ കെട്ടോ ഒന്നും ഇല്ലാത്ത പുറത്തുള്ള സ്ഥലത്തേക്ക് ഒരാൾ ഇറക്കുമ്പം വളരെ ഒരു വെല്ലുവിളിയാണ്. പക്ഷെ നമ്മളത് ആരെങ്കിലും അത് ചെയ്യണം. അപ്പം നമ്മളതുകൊണ്ട് നമ്മൾക്ക് കിട്ടുന്ന മെറ്റീരിയൽസ് ഇവിടെ കിടന്ന് അന്യാദനപ്പെട്ട് പാമ്പും അതും ഇതും കയറി കിടന്നാൽ നമുക്ക് തന്നെ ഇവിടെ ജീവിക്കാൻ പ്രശ്നമുണ്ട്, പരിസരത്തുള്ളവർക്ക് ജീവിക്കാൻ പ്രശ്നമുണ്ട്. അപ്പോൾ ഇത് ഈ പണി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ തന്നെ ഒരു തടവുകാരനെ പാമ്പ് കടിച്ചു. അപ്പോൾ പിന്നെ അത് കൃത്യമായി ചികിത്സയെല്ലാം കൊടുത്തു നമ്മൾ. പക്ഷേ ഇതിന് നമ്മൾ ചെയ്തതോടൊപ്പം തന്നെ നമ്മുടെ മേലാഫീസിൽ നമ്മുടെ DIG ആയിക്കോട്ടെ, നമ്മുടെ DGP ആയിക്കോട്ടെ, നമ്മുടെ ആസ്ഥാന കാര്യാലയത്തിലെ ഉദ്യോഗസ്ഥന്മാരായിക്കോട്ടെ, നമ്മളുടെ പരിസരത്തുള്ള ജയിൽ സ്ഥാപനങ്ങളുടെ മേലധികാരികളാകട്ടെ, ഇവരുടെ ഒരു മോറൽ സപ്പോർട്ടും ഇവരുടെ ഒരു ഉത്തരവുമെല്ലാം ഇതിന് നമുക്ക് നന്നായി അത് ഗുണം ചെയ്തിട്ടുണ്ട്. പിന്നെ അതിന് പ്രയത്നിച്ച തടവുകാർ. അപ്പം ഫലത്തിൽ നമുക്ക് ഈ സ്ഥലമെല്ലാം ഇത് രൂപപ്പെടുത്തിയെടുത്തെങ്കിൽ ഇതിന് 1 രൂപ പോലും സർക്കാരിന് ചെലവില്ല.
സർക്കാർ വേസ്റ്റായി മാറിയിരുന്ന സാധനത്തെ രൂപപ്പെടുത്തി നമ്മൾ ഇന്നത് ചെയ്തു. പച്ചക്കറികളാണെങ്കിലും നമുക്ക് ഈ ജയിലിലേക്ക് ആവശ്യമായിട്ടുള്ള പച്ചക്കറികൾ ഇവിടെ അത് ഉത്പാദിപ്പിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? ജയിലിന്റെ നമ്മുടെ ചട്ടം അനുസരിച്ച് 19 ഇനം പച്ചക്കറിയോളം നമുക്ക് ദിവസം വേണ്ടി വരും. പക്ഷെ നമ്മൾ പല സമയങ്ങളിലായിട്ട് വരും. അത് ഹോർട്ടിക്രോപ്പാണ് തരുന്നത് എങ്കിൽ അതിൽ കുറേയേറെ പച്ചക്കറികൾ നമുക്ക് ഇതിനകത്ത് വരുന്നു. ഇവിടെ നമ്മൾ ഈടെടുക്കാൻ തുടങ്ങിയതിന് ശേഷം നമ്മൾ വഴുതന ഇന്നുവരെ വാങ്ങിയിട്ടുണ്ട്. അതുപോലെ മത്തങ്ങ നമുക്ക് നന്നായി കിട്ടിയിട്ടുണ്ട്. പിന്നെ വെള്ളരിക്ക കുറച്ച് കിട്ടിയിട്ടുണ്ട്, തക്കാളി കിട്ടിയിട്ടുണ്ട്, പച്ചമുളക് കിട്ടിയിട്ടുണ്ട്. ഇപ്പോഴും നമ്മൾ വഴുതനയും പച്ചമുളകും എന്നും കിട്ടുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് പുറത്ത് കൊടുക്കാൻ പറ്റില്ല. നമ്മൾ ഹോർട്ടിക്രോപ്പിൽ നിന്ന് നമുക്ക് കിട്ടുന്ന സാധനങ്ങൾ കുറവ് ചെയ്താണ് നമ്മൾ എടുക്കുന്നത്. നമ്മുടെ ഒരു ജീവനക്കാരുടെ ഒരു മനസ്സും അവരുടെ ഒരു ഇടപെടലും എല്ലാം വളരെ വലുതാണ്. എല്ലാവരും വളരെ താല്പര്യത്തോടെയാണ് ഒരാളെങ്കിലും മനസ്സുകൊണ്ട് ഇതിന് താല്പര്യം ഇല്ലെങ്കിൽ നമുക്കിത് ചെയ്തുകൊണ്ട് പോകാൻ പറ്റില്ല. കാര്യം ഒരു ദിവസം നമുക്ക് 3 ഡ്യൂട്ടിക്കാർ മാത്രമേ ഇവിടെ ഉണ്ടാവും. ആ 3 ഡ്യൂട്ടിക്കാർക്ക് നമുക്ക് ഒത്തിരി ഡ്യൂട്ടിക്കാരുടെ ജോലി അവർ ലയിപ്പിച്ചിരിക്കും. കാര്യം അവര് തടവുകാരെ ദിവസവും അവരെ പ്രാഥമിക കാര്യങ്ങൾക്ക് ഇറക്കണം, അവരെ കോടതി വിടണം, അവരെ ഇന്റർവ്യൂ കാണിക്കണം, അവരെ നമ്മൾ നോക്കണം, നമ്മുടെ ഓഫീസ് ജോലി ഇതെല്ലാം നമുക്ക് ഒരു 6, 7, 8 പേര് ചെയ്യേണ്ട ജോലികൾ 3 പേരിൽ ദിവസം ചെയ്യുന്ന അവസരത്തിലാണ് അതിൽ ഒരാളെ നമ്മൾ ചുമതലപ്പെടുത്തി വരുന്നത്. അത് ഇന്നാളെന്നുള്ള നിലയിലില്ല. ആ സമയത്ത് വരുന്ന ആരെങ്കിലും ഒരാളെ ചുമതലപ്പെടുത്തി അവർ മനസ്സോടുകൂടി നിൽക്കുന്നത് കൊണ്ട് മാത്രമാണ് നമുക്ക് അതേപോലെ തന്നെ ഇവിടുത്തെ അന്തേവാസികളും സമർപ്പണ മനോഭാവത്തോടു കൂടി ചെയ്യുന്നുണ്ട്. നമ്മൾക്ക് ഇത് ചെയ്യാൻ നമുക്ക് അവരുടെ മനസ്സുകൊണ്ടാണ് അവർ തയ്യാറായിട്ടുള്ളത്. അത് നമ്മളും ആ ഒരു മാനസികമായ ഒരു ഐക്യം, ആ ഐക്യം കൊണ്ട് നമുക്ക് പാലാ ടൗണിൽ നമുക്ക് ഇത്ര മനോഹരമായ ഒരു സ്ഥലം അത് കിട്ടിയെന്ന് മാത്രമല്ല, ജൂൺ 5-ാം തീയതി നമ്മളിത് തുടങ്ങി. ഇപ്പോ ഈ ഒരു പച്ചക്കറി തോട്ടത്തില് എത്ര ഇനം പഴവർഗ്ഗങ്ങളുണ്ടെന്ന് പറയാം? നമുക്കൊരു 16ഓളം ഐറ്റം പല വർഗ്ഗങ്ങൾ ഇവിടെ ഉണ്ട്. ഇവിടെ പ്ലാവുണ്ട്, മാവുണ്ട്, റംബുട്ടാനുണ്ട്, എല്ലാം നാടൻ ഐറ്റമാണ്. അതുപോലെ തന്നെ ഇതിന്റെ വളപ്രയോഗവും നമുക്കിവിടെ ഭക്ഷണ വേസ്റ്റ് നമ്മൾ കമ്പോസ്റ്റ് ആക്കിയിട്ട് അതാണ് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് പൂർണ്ണമായും ജൈവ രീതിയിൽ. അതിന്റെ ഒരു ജയിലിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു വിഷയവും ഈ ഭക്ഷണ വേസ്റ്റ്, നമ്മുടെ മാലിന്യം സംസ്കരണമാണ് ഒരു പ്രശ്നം. അപ്പോൾ അതും നമ്മൾ ഈ കൂട്ടത്തിൽ തടവുകാരെ ഉപയോഗിച്ച് മാലിന്യം സംസ്കരിക്കാൻ വേണ്ടി ഒരു പ്ലാന്റ് ഉണ്ടാക്കി. അപ്പോൾ അത് മാലിന്യ സംസ്കരണ പ്ലാന്റിന്റെ ഉയർന്ന ഉദ്യോഗസ്ഥന്മാർ തന്നെ വന്ന് കണ്ട് നമ്മളത് നല്ല രീതിയിലാണ് എന്ന നിലയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു 40 ദിവസം ഒരു സ്ഥലത്ത് മാലിന്യം ഇടും, അടുത്ത 40 ദിവസം അടുത്ത റെയിലിടും. അപ്പോൾ അതിനിടയിൽ ഒരു 10-25 ദിവസം കഴിയുമ്പോഴത്തേക്ക് അത് നല്ല വളമായി മാറും. അത് നമ്മൾ ഇതിനകത്ത് ഇടും. ഇപ്പം ഇനിയിപ്പോൾ ഇത് നല്ല ഉണക്ക് വരുന്നത് കൊണ്ട് നാളെ നല്ല വെള്ള നനവിന്റെ ആവശ്യമില്ല. ഇവിടെ നല്ല ജലസേചനത്തിനുള്ള സൗകര്യങ്ങളൊക്കെ ഒരു കിണറുള്ളിൽ ഉണ്ട്. ആ കിണറിനകത്തൊരു മോട്ടർ വെക്കാൻ നമ്മൾ പൊതുമരാമത്ത് വകുപ്പിനെ സമീപിച്ചിട്ടുണ്ട്. അപ്പോൾ അവർ പുറത്തേക്ക് വെള്ളം മോട്ടർ വെച്ച് തരാനുള്ള ഒരു നടപടി സ്വീകരിക്കുന്നുണ്ട് പറഞ്ഞു. അടുത്ത ആഴ്ചയിൽ ഒന്നുകൂടെ കാണണം. അപ്പം വെള്ളം കൂടെ കിട്ടിയാൽ നല്ല രീതിയിൽ അത് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിനകത്ത് ഈ കിളികളുടെ ഒരു കേന്ദ്രമാണ്. ഇപ്പൊ തന്നെ നല്ല ഭക്ഷണമുണ്ട്, നല്ല ഇരിക്കാനുള്ള സ്ഥലമുണ്ട്. പിന്നെ എപ്പോഴും ഒരു ശരിക്കും കിളികളുണ്ട്. രാവിലെ സമയമാണ് നമ്മൾ ജയിലിന്റെ ഗേറ്റ് തുറന്ന് ഇങ്ങോട്ട് ഇറങ്ങുമ്പോൾ ഇതെല്ലാം പറന്നു പോകും. പക്ഷെ പുറത്തൂടെ വന്നാൽ നമുക്കിത് കാണാൻ പറ്റും. ഒരു 300-ലധികം കിളികൾ ഇവിടെ ഏർലി മോർണിംഗിൽ നല്ല എല്ലാ തരത്തിലും നമ്മൾ സത്യത്തിൽ കണ്ടിട്ടില്ലാത്ത ഇപ്പൊ തന്നെ ആ കിളിയുടെ എല്ലാം കരച്ചിൽ ഇതെല്ലാം ഇതിനിടയിലാണ് വസിക്കുന്നത്. നമ്മളിപ്പോ ഈ ഒരു കപ്പളങ്ങ, നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞ കപ്പളങ്ങ അല്ലെ പപ്പായ, ഇത് എന്ത് ഐറ്റമാണ്? നമ്മുടെ നാടനാണോ അതോ ഈ റെഡ് ലേഡി അങ്ങനത്തെ ഇനത്തിൽ നിന്ന് വാങ്ങി വെച്ചതാണ്? അതൊരു ഫാമിൽ നിന്ന് വാങ്ങിച്ചെന്നവര് തന്നെ. പക്ഷെ അവരെല്ലാം നമ്മൾ വാങ്ങിക്കൊണ്ടുവന്ന തൈകളെല്ലാം തന്നെ നല്ല തൈകളാണ്. നമ്മൾ തീർത്തും ജൈവ രീതിയിൽ ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ ഇതൊക്കെ കാണുമ്പോൾ തന്നെ നമുക്കറിയാം. പിന്നെ നമ്മൾ ഇതിനടുത്ത് നമ്മുടെ ഒരു സ്റ്റാഫ് അവർ വീട്ടിൽ നിന്ന് ഒരു 10-14 കറിവേപ്പിന്റെ തൈ കൊണ്ടുവരുന്നുണ്ട്. അത് നമ്മൾ നല്ലതുപോലെ വെച്ച് പിടിച്ചു വരും. പിന്നെ മുളകിന്റെ ആണെങ്കിലും മുളകുണ്ട്, ക്യാപ്സിക്കം ഉണ്ട്, വെള്ളരിയുണ്ട്, മത്തനുണ്ട്, എല്ലാ സാധനങ്ങളും ഉണ്ട്. വഴുതനയുടെ പല വിഭാഗങ്ങളുണ്ട്, പ്ലാവിന്റെ കൂടുതലും വിയറ്റ്നാം പ്ലാവുകളാണെന്ന് തോന്നുന്നു അല്ലേ? വിയറ്റ്നാം അതാകുമ്പോ അധികം വളർച്ച വരുന്നില്ല, ചെറുതായിട്ട് നിന്നോളും, പറിച്ചെടുക്കാൻ എളുപ്പമുണ്ട്. പക്ഷെ ഇതിനെല്ലാം ഉപരി ഈ ടൗണില് ഇങ്ങനെ ഒരു വായു കിട്ടുന്നതും ഇങ്ങനെ നല്ല കിളികൾക്ക് ഇരിക്കാൻ പറ്റുന്നതും വെറുതെ കാട് കിടക്കുന്ന സ്ഥലത്ത് നമുക്ക് കൃഷിപ്പുരയിടമാക്കി എടുക്കാൻ കഴിയുന്നതും കഴിഞ്ഞതുമാണ് നമുക്ക്. അതിന് നമുക്ക് ഇപ്പൊ ഏതായാലും സാറിന് അത് വളരെ അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. അതോടൊപ്പം സാറിന്റെ കൂടെ ഈ ഉദ്യമത്തിൽ പങ്കുചേർന്ന മറ്റു ഉദ്യോഗസ്ഥര്, ജയിൽ അന്തേവാസികൾ, ഇവരെല്ലാം നമ്മൾ അനുമോദിക്കേണ്ടതാണ്. അതില് നമ്മൾക്ക് പറയാനുള്ളത്, ഇവിടെ ജോലി ചെയ്ത് പോയിട്ടുള്ളവരും ഇപ്പൊ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവരും ഞാനടക്കമുള്ളവർ ഇന്നല്ലെങ്കിൽ നാളെ ഇവിടെ നിൽക്കും. അതുപോലെ ഇവിടെ വന്ന് ഈ ജോലി ചെയ്ത പല തടവുകാരും അവർ സ്ഥിരം തടവുകാരല്ല. തൈകൾ വെച്ചതിനകത്ത് വലിയൊരു പ്രസക്തമായ കാര്യമുണ്ട്. കാര്യം ഇതിനകത്ത് എല്ലാവരുടെയും ഒരു പാർട്ടിസിപ്പേഷൻ ഉണ്ട്. ഞങ്ങളുടെ ജയിലിലെ മേലധികാരികൾ വെച്ച തൈകളുണ്ട്, പിന്നെ
ജുഡീഷ്യൽ ഓഫീസർമാർ വെച്ച തൈയുണ്ട്, MLA വെച്ച തൈയുണ്ട്, ഇവിടുത്തെ മുനിസിപ്പൽ ചെയർപേഴ്സൺ വെച്ച തൈയുണ്ട്, ബ്രില്യൻറ്റിൻ്റെ ഡയറക്ടർ വെച്ച തൈയുണ്ട്, അതുപോലെ കാരുണ്യ ട്രസ്റ്റുകാർ വെച്ചിട്ടുണ്ട്, നവജീവൻ്റെ ഒരു വെച്ചിട്ടുണ്ട്, മരിയ സ്ഥാപനക്കാർ വെച്ചിട്ടുണ്ട്, പിന്നെ റോട്ടറി ക്ലബ്ബുകാർ വെച്ചിട്ടുണ്ട്, പിന്നെ മറ്റേ ലയൺസ് ക്ലബ്ബുകാർ പാലായെ സംബന്ധിച്ചിടത്തോളം ഈ പൊതു പ്രവർത്തനങ്ങളുമായി നാട്ടിലെ ആവശ്യമായ കാര്യങ്ങൾക്ക് വേണ്ടി നിൽക്കുന്നവരും പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരും അടങ്ങുന്ന എല്ലാവരും വെച്ച തൈകൾ ഇതിനകത്ത് എന്നുള്ളത് വളരെ അഭിനന്ദനം അർപ്പിക്കുന്ന കാര്യം. അതുകൊണ്ട് തന്നെ അവരെല്ലാം എപ്പോഴെങ്കിലും കാണുമ്പോൾ ഇത് അന്വേഷിക്കുന്ന ഒരവസ്ഥയാണ്. അത് നമുക്ക് പോസിറ്റീവ്. ഇപ്പോൾ നമ്മൾ ഇവിടുത്തെ പച്ചക്കറി തോട്ടമാണ് കണ്ടത്. ഇതോടൊപ്പം തന്നെ അതിമനോഹരമായ ഏകദേശം 2500-ലധികം ബുക്സ് ഉള്ള ഒരു ലൈബ്രറിയും ഈ ജയിലിനോടനുബന്ധിച്ച് പ്രവർത്തിക്കുന്നുണ്ട്. ഇവിടുത്തെ അന്തേവാസികൾക്ക് വായിക്കാനും അറിവ് പകരാനും എൻ്റർടൈൻ ചെയ്യാനുമായിട്ടുള്ള ഒരു വളരെ മനോഹരമായ ലൈബ്രറി. അതിപ്പോൾ നമുക്ക് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്താൻ സാധ്യമല്ല. അതോടൊപ്പം ഇന്നത്തെ ഇവിടെ ജയിൽ ക്ഷേമദിന പരിപാടിയോടനുബന്ധിച്ച് നിരവധി ആളുകൾ വരികയും ഇവർ ജയിൽ അന്തേവാസികൾക്ക് എൻ്റർടൈൻ ചെയ്യാനുള്ള നിരവധി പ്രോഗ്രാമുകളും ഒക്കെ ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതോടൊപ്പം ക്രിസ്മസിനോട് അനുബന്ധിച്ച് വളരെ മനോഹരമായ ഒരു പുൽക്കൂടും ഇവിടുത്തെ അന്തേവാസികൾ ഇന്ന് ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഇത്രയും ഒരു നല്ല ഒരു കാഴ്ച കാണാനും ഇവിടെ ഇങ്ങനെ വന്നൊരു വീഡിയോ ചെയ്യാനും സാധിച്ചതിൽ വളരെ സന്തോഷം. അതോടൊപ്പം ഈ പച്ചക്കറി തോട്ടത്തെക്കുറിച്ച് നമുക്ക് വിശദമായി പറഞ്ഞു തന്ന ഷാജി സാറിന് ഒരുപാട് നന്ദി പറയുന്നു. അതോടൊപ്പം ഹാപ്പി ക്രിസ്മസ്. ഇപ്പോൾ എൻ്റെ കൂടെ നിൽക്കുന്നത് മുൻ കൗൺസിലർ ശ്രീ ബാബു സ്റ്റീജിയാണ്. നമുക്ക് ഇദ്ദേഹത്തോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാം. ശരിക്കും പറഞ്ഞാൽ ഇന്ന് ഇവിടെ വരാനും ഇങ്ങനെ ഒരു വീഡിയോ എടുക്കാനും ഈ പ്രോഗ്രാമിൽ സംബന്ധിക്കാനും എനിക്ക് ഒരു അവസരം ഉണ്ടാക്കി തന്നത് ശ്രീ ബാബൂസാണ്. അതിന് ബാബൂസിന് വളരെയധികം നന്ദി പറയുന്നു കേട്ടോ. ഒത്തിരി സന്തോഷം. ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഈ ജയിലുമായിട്ട് വളരെ ചേർന്ന് നിൽക്കുന്ന ഒരാളാണ് ശ്രീ ബാബൂസ്. പല കാര്യത്തിനും ഇവിടെ വരികയും സംബന്ധിക്കുകയും ഒക്കെ ചെയ്യാറുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ഒരു അടുപ്പമുള്ള ഒരു വ്യക്തി എന്ന് എനിക്ക് ചോദിക്കട്ടെ, ഇവിടുത്തെ ഈ പച്ചക്കറി തോട്ടത്തെ പറ്റി എന്താണ് അഭിപ്രായം? ഈ പച്ചക്കറി തോട്ടത്തെ പറ്റി പറയുകയാണെങ്കിൽ ഒരു 30-40 വർഷക്കാലമായി ഇത് ഡംപിങ് ഗ്രൗണ്ടായിട്ട് വരുന്നത്. ഡംപിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേസ്റ്റ് കുമ്പാരങ്ങളുടെ ഒരു കേന്ദ്രമായിരുന്നു. അപ്പോൾ ഇവിടുത്തെ ഇത് ജയിൽഭാഗ സ്ഥലമാണ്. എങ്കിലും എനിക്കിതിന് ഒരു 10-30 വർഷമായിട്ട് എനിക്ക് ഈ സ്ഥലം അറിയാം. ഭയങ്കര കാടും പാമ്പും ഒക്കെ ആയിട്ട് കിടക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ നമ്മുടെ ഈ ജയിൽ സൂപ്രണ്ട് ഇവിടെ ജോലിയായിട്ട് വരികയും അതെ തന്നെ അത് ഇവിടെ വന്ന് ഇതിനൊരു കാഴ്ചപ്പാടോടുകൂടി ഇവിടുത്തെ അന്തേവാസികളുടെ അവിടെ സേവനം ഉപയോഗിച്ചുകൊണ്ട് ഈ സ്ഥലം എന്താണ് ചെയ്യേണ്ടതെന്നുള്ളൊരു ഒരു ഐഡിയയിൽ അദ്ദേഹത്തിൻ്റെ ഒരു പിന്നെ ഒരു കാഴ്ചപ്പാടിൽ ഇതൊരു കൃഷിസ്ഥലമാക്കി എടുത്തതാണ്. ഇത് ഭയങ്കരമായിട്ട് ഇതിനകത്ത് അവർ അധ്വാനിച്ചിട്ടുണ്ട്. ഇവിടുത്തെ ഉദ്യോഗസ്ഥർ അതിന് വേണ്ട സപ്പോർട്ടുകളെല്ലാം ചെയ്ത് ഇവിടുത്തെ അന്തേവാസികൾ ഇറങ്ങി എന്ന് പറയുന്നത് ഓരോ ദിവസവും ഞാനിത് കണ്ടുകൊണ്ടിരുന്നതാണ്. എനിക്ക് വളരെ ബാബൂസ് ഇതിന്റെ സമീപത്താണ് ബാബൂസ് താമസിക്കുന്നത് അല്ലേ? അപ്പൊ ഇത് ദിവസവും ഇവിടുത്തെ ജോലിയും കാര്യങ്ങളൊക്കെ ബാബൂസിന് എല്ലാവരെയും അറിയാം. അപ്പോൾ അവരെയൊക്കെ അവരൊക്കെ ഇറങ്ങി വന്ന് എല്ലാ ദിവസവും അതുപോലെ തന്നെ ഇത് നട്ടു വളർത്തി ജനങ്ങളുടെ പലരുടെയും പല സംഘടനകളുടെ അല്ലെങ്കിൽ അതുപോലുള്ള ഒരു സപ്പോർട്ട് ഇതിന് ഈ പാലായിൽ അദ്ദേഹം കൊല്ലത്തുള്ള ആളാണ് സൂപ്രണ്ട് ഷാജി സാറ്. എങ്കിലും ഇവിടെയുള്ള ആളുകളെല്ലാം അദ്ദേഹത്തെ ഒരു ഇവിടുത്തെ ഒരാളായിട്ടാണ് കാണുന്നത്. അങ്ങനെ കണ്ട് ഇതൊരു നല്ല രൂപത്തിലേക്ക് ആക്കിയെടുത്തു. അതുകൊണ്ട് ഇപ്പോൾ അനേകം ആളുകൾ ഇവിടെ വന്നത് കാണുന്നുണ്ട്. പിന്നെ കൃഷിഭവനിൽ നിന്നുള്ള സപ്പോർട്ടുണ്ട്, അവർ വന്ന് കാണുന്നുണ്ട്. അതുപോലെ ഓരോരു നിങ്ങളെപ്പോലുള്ള പത്രപ്രവർത്തകർ ഇവിടെ വന്നത് കാണുന്നുണ്ട്. അങ്ങനെ എല്ലാവരും നല്ല സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിനെല്ലാം കാരണം ഈ സൂപ്രണ്ടാണ് എന്ന് പറയുന്നത് വളരെ സന്തോഷമുണ്ട്. Thank you, Sri Babu.